കണ്ണൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വികസന രേഖ പുറത്തിറക്കി LDF സ്ഥാനാർത്ഥി MP ജയരാജൻ. റെയിൽവേ വികസനം, കണ്ണൂർ വിമാനത്താവള വികസനം ഉൾപ്പെടെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് വികസന രേഖ. LDF കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനിലാണ് രൂപരേഖ അവതരിപ്പിച്ചത്. നവകേരള വികസനത്തോടൊപ്പം കണ്ണൂരും മുന്നേറണം എന്ന ആശയത്തിലാണ് വികസന രൂപരേഖ അവതരിപ്പിച്ചത്. ഏറെ വികസന സാധ്യതകളുള്ള കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഉൾപ്പെടുന്ന വികസന രേഖയാണ് MP ജയരാജൻ അവതരിപ്പിച്ചത്. വികസനവും ക്ഷേമവും നാടിന്റെ സമാധാനവും ഉറപ്പുവരുത്തുന്നതാണ് വികസന രേഖയുടെ കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം, വ്യവസായം, ഗതാഗതം, ആരോഗ്യം, കൃഷി, അടിസ്ഥാന സൗകര്യം, ടൂറിസം തുടങ്ങി എല്ലാ മേഖലയെയും സ്പർശിക്കുന്നതാണ് വികസന രൂപരേഖ. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം, ഒപ്പം സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ കണ്ണൂർ സൗത്ത്, അത് തെക്കൻ മേഖല, വടക്കൻ മേഖലയിൽ വളവട്ടം, ഇതൊരു മെയിൻ റെയിൽവേ സ്റ്റേഷനിലെ സമീപ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ളത് ഉണ്ടാവുക എന്നത് പ്രധാനം. അപ്പോൾ കണ്ണൂരിൻ്റെ റെയിൽവേ മേഖലയിലെ വികസനം പ്രധാനമായും അതാണ്. വികസന കോൺക്ലേവിൽ പങ്കെടുത്ത വിവിധ മേഖലകളിലെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് വികസന രൂപരേഖ തയ്യാറാക്കിയത്. ദേശീയപാത വികസനം, കണ്ണൂർ വിമാനത്താവള വികസനം, റെയിൽവേ വികസനം എന്നിവയ്ക്ക് മുന്തിയ പരിഗണനയുണ്ട്. ഹെൽത്ത് ടൂറിസം കേന്ദ്രമാക്കി കണ്ണൂരിനെ മാറ്റുന്നതിനായുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ മന്ത്രി KN ബാലഗോപാൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.